ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് എനിക്കിപ്പം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. കൊല്ലത്തെ മിഥുൻ ഒരു തീരാ നോവായി കണ്ണിൽ നിൽപ്പുണ്ട്, മനസ്സിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനവും അവിടെ തുടരുന്നുണ്ട്. പത്രങ്ങളിൽ എന്തൊക്കെയാണ് വാർത്തകൾ, എങ്ങനെയൊക്കെയാണ് ഓരോ വിഷയത്തെയും കൈകാര്യം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും സേതു പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച വാർത്ത തന്നെയാണ് ഇന്ന് പത്രങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട വാർത്ത. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മനുവാണ് മരിച്ചത്. സ്കൂളിനും KCBക്കും വീഴ്ച പറ്റിയതാണ് പ്രാഥമിക റിപ്പോർട്ട്. പത്രങ്ങളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു വലിയ വാർത്തയായതുകൊണ്ട് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണിത്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ ഈ വാർത്ത നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. കാരണം അത് വലിയൊരു സിസ്റ്റത്തിൻ്റെ വീഴ്ച തന്നെയായിട്ട് വേണം കാണാൻ. മിഥുൻ മാപ്പ് എന്നാണ് സുപ്രഭാതം ഒന്നാം പേജിൽ പ്രധാനമായിട്ടും നൽകുന്നത്. ഒരുപക്ഷെ ആ പത്രമെടുത്ത് ഏറ്റവും നല്ല നിലപാടായിട്ട് കാണേണ്ടി വരും മിഥുൻ മാപ്പ് എന്നുള്ളത്. കാരണം മാപ്പ് പറയേണ്ടത് സംവിധാനവും നമ്മളും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് മിഥുൻ മാപ്പ് എന്ന സുപ്രഭാതം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു. കൊന്നതാണ് സിസ്റ്റം എന്നാണ് ചന്ദ്രിക. കാരണം സിസ്റ്റം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനങ്ങളോടായിരിക്കും ആ ചന്ദ്രികയുടെ പ്രതികരണം എന്ന് വിചാരിക്കുന്നു. കൊന്നതാണ് സിസ്റ്റം എന്നാണ് ചന്ദ്രിക പറയുന്നത്. ജീവനെടുത്ത അനാസ്ഥ എന്നാണ് സിറാജ് പറയുന്നത്. വീഴ്ച എടുത്തത് ജീവൻ എന്നാണ് മാധ്യമം. വീഴ്ച എടുത്തത് ജീവൻ എന്നാണ് മാധ്യമം പറയുന്നത്. കൊന്നതാണ് എന്ന് വളരെ ഷാർപ്പായിട്ട് വീക്ഷണവും പറയുന്നുണ്ട്. ഒരുപക്ഷെ വീക്ഷണമാണ് അത്രയും ഷാർപ്പായിട്ട് ഒരു തലക്കെട്ട് നൽകുന്നു എന്ന് വിചാരിക്കുന്നു. ഷോക്കേറ്റ് കേരളം എന്നാണ് കേരള കൗമുദി പറയുന്നത്. അത്രയും മനസാക്ഷിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ വാർത്ത. ഷോക്കേറ്റ് കേരളം എന്ന് കേരള കൗമുദിയും അനാസ്ഥയുടെ രക്തസാക്ഷി എന്നാണ് ദീപിക പറയുന്നത്. പിടഞ്ഞു വീണു പിഞ്ചു പ്രാണൻ എന്ന് മംഗളം പറയുന്നു. അത് വല്ലാത്തൊരു നമ്മളെ വല്ലാതെ ഇന്നലെ മുതൽ ഇപ്പം മന്ത്രി പോലും പറയുന്നത് നമ്മുടെ കൺമുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ പിടഞ്ഞു വീണു പിഞ്ചു പ്രാണൻ എന്നുള്ളത് മംഗളത്തിൻ്റെ ഏറ്റവും വലിയ തലക്കെട്ടായി കാണേണ്ടി വരും. CPIM നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം എന്നാണ് ജന്മഭൂമി പറയുന്നത്. ഷോക്ക് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹെഡിങ്. CPIM നിയന്ത്രണത്തിലുള്ള സ്കൂൾ തന്നെയാണ് എന്ന കാര്യം ഇന്നലെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. അങ്ങനെ പത്രങ്ങൾ വളരെ വിശദമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ദേശാഭിമാനിയിലേക്ക് കൂടി ഒന്ന് പോകാം. സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എന്നാണ് ദേശാഭിമാനിയും പറയുന്നത്. സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എന്ന് ദേശാഭിമാനിയും പറയുന്നുണ്ട്. ഇനി മാതൃഭൂമിയും മനോരമയും വളരെ വിശദമായി ഉൾപേജുകളടക്കം ഇതിന് മനോരമ 3ഓളം പേജുകൾ ഇതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജ് അടക്കം. മാതൃഭൂമി അങ്ങനെ തന്നെയാണ്. എഡിറ്റോറിയൽ എഴുതിയില്ല എങ്കിൽ പോലും മാതൃഭൂമി അങ്ങനെ തന്നെ 1ാം പേജിലും 9ാം പേജിലും 8ാം പേജിലും ഒക്കെ വളരെ വിശദമായി വാർത്തകൾ നൽകുന്നുണ്ട്. ഞാനൊന്ന് വേഗം ഓടിപ്പോകാം. ആദ്യം ഒന്ന് മാതൃഭൂമിയിലേക്ക് പോകാം. ഷോക്കിംഗ് തന്നെയാണ് ഈ വാർത്ത. ഷോക്കിംഗ് തന്നെയാണ് ആ ഹെഡിങ്ങും മാതൃഭൂമിയുടെ ഹെഡിങ്ങും. സ്കൂൾ കെട്ടിടത്തോടുള്ള വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് 8ാം ക്ലാസ്സുകാരൻ മരിച്ചു. ഒരുപക്ഷെ ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും KSEBയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായ ഗുരുതരമായ വീഴ്ച എന്ന് വേണം പറയേണ്ടി വരും. എല്ലാവരും ഇതിൽ പ്രതികളാണ് എന്ന് വേണം കാണാൻ. അവിടെ ഒരു സൈക്കിൾ ഷെഡ് കെട്ടിയിട്ടായിരുന്നു. ആ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ വൈദ്യുതി കമ്പി പോകുന്നുണ്ട്. ആ വൈദ്യുതി കമ്പിയിലാണ് ഈ കുട്ടി പിടിക്കുകയും വീണ് മരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ മാതൃഭൂമി 1ാം പേജിൽ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം നൽകിയിട്ടുണ്ട്. നിയമപ്രകാരം വൈദ്യുത കമ്പിക്ക് കീഴിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല. ഷെഡ് നിർമ്മിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ആ ഷെഡാണ് ഈ സൈക്കിൾ ഷെഡായിട്ട് പറയുന്നത്. ഈ വാർത്തയുടെ മറ്റൊരു പ്രാധാന്യത്തിലേക്ക് പോകുമ്പോൾ വാർത്ത ഇന്നലെ വന്നു, കുട്ടി മരിച്ചു, അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളുടെ മന്ത്രി ചിഞ്ചുറാണി അദ്ദേഹം കൊച്ചിയിലുണ്ടായിരുന്നു. അവരൊരു സൂംബ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനാണ് എത്തിയത്. ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മന്ത്രി പറഞ്ഞൊരു വാചകം, അതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയൊരു മറ്റൊരു വശമായി പറയുന്നത്. അതാണ് അതിൽ ഒരുപക്ഷെ വിദ്യാർത്ഥി മരിച്ച സംഭവം വനിതാ നേതാക്കൾക്കൊപ്പം സൂംബ കളിച്ച ശേഷം മന്ത്രി പറയുന്നത് കുട്ടിയുടെ മരണത്തെ ന്യായീകരിക്കുന്നില്ല, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഈ കുട്ടി ഇങ്ങനെ അവിടെ കയറാൻ പാടില്ലായിരുന്നു, അവിടെ കയറിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ചിഞ്ചുറാണി പറഞ്ഞതായിട്ട് കൊച്ചി തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ കഴിയില്ല. സഹപാഠികൾ ഷീറ്റിന് മുകളിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി പിന്തിരിഞ്ഞില്ല എന്നാണ് മന്ത്രി പറയുന്നത്. CPI സമ്മേളനത്തിൻ്റെ ഭാഗമായി കൂത്തമ്പലത്തിൽ നടന്ന വനിതാ സംഘം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് മന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ആരുടെ ആയാലും കുട്ടി എവിടെ കയറിയാലും സ്കൂൾ പരിസരത്ത് തന്നെയാണോ എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അതിൽ മന്ത്രി കുറച്ചും കൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. എന്തായാലും നിർഭാഗ്യകരമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. KSEBയുടെ ഭാഗത്തുനിന്നും അക്കാര്യത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു ഷെഡിന് മുകളിൽ കൂടി വൈദ്യുതി കമ്പി പോകുമ്പോൾ അത് മാറ്റി സ്ഥാപിക്കേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത്. വീഴ്ച പറ്റി സ്കൂളിലും KSEBയ്ക്കും എന്നാണ് മനോരമയുടെ ഹെഡിങ്. ഉള്ളു പൊള്ളുന്നു എന്ന് വലിയ രൂപത്തിൽ വലിയ തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. സ്കൂളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്ക്, അധികൃതരുടെ അനാസ്ഥയ്ക്ക് ബലിയാടായി 13കാരൻ എന്ന്. ഒരുപക്ഷെ ആ 1ാം പേജ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളത് മനോരമ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതാണ് ഞാൻ മനോരമ അവസാനത്തേക്ക് മാറ്റിവെച്ചത്.
വർണ്ണങ്ങൾ മങ്ങി എന്നൊരു ചിത്രം കൂടി നൽകുന്നുണ്ട്. കൊല്ലം ഈ ഭിത്തിയിൽ കാണുന്നത് മിഥുൻ വരച്ച ചിത്രങ്ങളാണ്. മനോരമയുടെ ഒന്നാം പേജിലെ അമ്മൂമ്മയുടെ ഒപ്പം ഇരിക്കുന്ന കുട്ടി സഹോദരനൊപ്പം ഇരിക്കുന്ന ആ ചിത്രത്തിനോട് ചേർന്ന് പിൻഭാഗത്ത് കാണുന്നത് ഈ കുട്ടി വരച്ച ചിത്രങ്ങളാണ്. വർണ്ണങ്ങൾ മങ്ങി എന്നൊരു ക്യാപ്ഷൻ നൽകുന്നുണ്ട്. കൊല്ലം ഒരുപക്ഷെ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും നല്ല ഫോട്ടോ ചിത്രം എന്ന് വേണം, അല്ലെങ്കിൽ വാർത്താ ചിത്രം എന്ന് വേണം പറയേണ്ടി വരും ഈ ചിത്രത്തെ. അത്രയും ഹൃദയഭേദകമാണ് ആ ചിത്രം എന്ന് കൂടി പറയേണ്ടി വരുന്നു. ഇതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. എല്ലാ പത്രങ്ങളും ആ വാർത്തയെ നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഉള്ളുപൊള്ളുന്ന വാർത്തയായി തന്നെയാണ് എല്ലാവരും കൈകാര്യം ചെയ്തിട്ടുള്ളത്. മനോരമയാണ് ഒന്നാം പേജ് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തത്. ഉൾപേജിൽ എഡിറ്റോറിയൽ പേജ് കൂടി മനോരമയിൽ ഒന്ന് വേഗം പറഞ്ഞു പോകാം. ജീവനെടുത്ത അനാസ്ഥ, സ്കൂളിൻ്റെ നിയന്ത്രണം CPM-ന്, അങ്ങനെ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. CPM ഭരിക്കുന്ന സ്കൂളല്ല എന്ന് MV ഗോവിന്ദൻ കൂടി പറഞ്ഞിട്ടുണ്ട്. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ CPM ഭരിക്കുന്ന സ്കൂളല്ല. ജനകീയ സമിതിയിൽ പാർട്ടിക്കാരുൾപ്പെടെ എല്ലാവരും ഉണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. ജന്മഭൂമിയുടെ തലക്കെട്ട് ഞാൻ നേരത്തെ വായിച്ചിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം എന്നാണ് ജന്മഭൂമി പറയുന്നത്. CPM നിയന്ത്രണത്തിലുള്ള സ്കൂളല്ല, CPM ഭരിക്കുന്ന സ്കൂളല്ല, സ്കൂൾ ഭരിക്കുന്ന ജനകീയ സമിതിയിൽ CPM-കാരും ഉണ്ട് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അങ്ങനെ ഒരുപക്ഷെ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയേക്കും എന്നാണ് കാണുന്നത്. മനോരമയും പറയുന്നുണ്ട്, കുട്ടി വലിഞ്ഞു കയറി കുറ്റപ്പെടുത്തലുമായി മന്ത്രി ചിഞ്ചുറാണി ഒന്ന് ആലോചിച്ച് പറയണമായിരുന്നു. എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയുന്ന മന്ത്രിയല്ല ചിഞ്ചുറാണി എന്നുള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ മന്ത്രി ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്നാണ് നമുക്കും തോന്നുന്നത്. അതാണ് ആ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. മറ്റൊന്ന് നമുക്കറിയാം, ഇന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം വാർഷികമാണ്, ചരമവാർഷികമാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. വീക്ഷണം ഒന്നാം പേജിൽ വലിയ വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ. ഇത് മനോരമയുടെ ഒന്നാം പേജിലെ വാർത്തയാണ്. ഈ കുട്ടി മരിച്ച വാർത്തയ്ക്ക് ശേഷം മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ, പകരം മന്ത്രി റിയാസിൻ്റെ പേരിൽ ഫലകം എന്നുള്ളതാണ് ആ വാർത്ത. ഇത് പയ്യാമ്പലത്ത് 2015 കണ്ണൂർ പയ്യാമ്പലത്ത് 2015 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിൻ്റെയും കടലോര നടപ്പാതയുടെയും ശിലാഫലകം മാറ്റിയാണ് പുതിയത് സ്ഥാപിച്ചത്. 2022 മാർച്ച് 6 പാർക്കും നടപ്പാതയും നവീകരിച്ചത് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തു എന്നതാണ് പുതിയ ഫലകത്തിലുള്ളത്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി എന്നാണ് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറയുന്നത്. വലിയ പ്രതിഷേധമുണ്ടെന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാകുമ്പോൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അതുകൊണ്ടായിരിക്കും മറ്റ് പത്രങ്ങളൊന്നും കൊടുക്കാത്ത ഈ വാർത്ത മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയത് എന്ന് വേണം കാണാൻ. ബാക്കി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ കുറിപ്പുകളൊക്കെ ഉൾപേജിൽ വളരെ നന്നായിട്ട് തന്നെ മനോരമയും മറ്റ് പത്രങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ വിശദമായി അതിലേക്ക് പോകുന്നില്ല. ഇനി ചില വാർത്തകൾ മറ്റ് പത്രങ്ങളില്ലാത്ത, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തിരക്കായതുകൊണ്ട് ചില പത്രങ്ങൾ മാത്രം എടുത്ത വാർത്തകൾ പറയാതെ പോകുന്നുണ്ട്. ഇത് പറഞ്ഞു പോവുകയാണ്. മാസം തികയാതെയുള്ള പ്രസവം നാട്ടിൽ ഇപ്പോൾ അങ്ങനെ പെരുകുന്നു, അത്തരം പ്രസവങ്ങൾ പെരുകുന്നു എന്നാണ് കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയ വാർത്ത. വില്ലൻ ജീവിതശൈലിയാണെന്ന് പറയുന്നുണ്ട്. 7 വർഷത്തിനിടെ 289% വർധനവ് എന്ന വലിയ വാർത്തയാണിത്. KS അരവിന്ദിൻ്റെ ബൈലൈൻ. കാരണങ്ങൾ ഒരുപാടുണ്ട്, ജീവിതശൈലി മാത്രമല്ല, കാരണങ്ങൾ വളരെ വിശദമായി പറയുന്നു. എന്തായാലും മാസം തികയാതെയുള്ള പ്രസവങ്ങൾ നമ്മുടെ നാട്ടിൽ വൈകുന്നത് വലിയ ജാഗ്രത വേണ്ട കാര്യമാണെന്ന് കേരള കൗമുദി ഒന്നാം പേജിൽ ആ വാർത്ത കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നിമിഷപ്രിയയാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർ വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾ വരുന്നത് ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കാരണം മോചനം സാധ്യമാകാൻ പോകുന്നു, അല്ലെങ്കിൽ വധശിക്ഷ മരവിപ്പിച്ചതിൽ അതിൻ്റെ തുടർ വാർത്തകൾ ചില ആളുകളെ അസ്വസ്ഥരാക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് യമനിലേക്ക് വാർത്ത അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ഈ വാർത്തയൊക്കെ നല്ല ശുഭവാർത്തകൾ അങ്ങോട്ട് അയച്ചിട്ട് അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ പോലും വാർത്ത നൽകാതിരിക്കാൻ, കാരണം നമ്മൾക്ക് വലിയ ആശ്വാസമുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ട് അതൊരു പക്ഷേ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി പറയുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് സുഹൃത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ. സുഹൃത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബന്ധമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യൻ സർക്കാർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മോചനം സാധ്യമാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഹിന്ദു ഒന്നാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു ചില പത്രങ്ങൾ നൽകിയിട്ടുള്ളത് ചർച്ചയിൽ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നുണ്ട്. സൗഹൃദ രാജ്യങ്ങൾ വഴി നയതന്ത്ര ശ്രമമെന്ന് കേന്ദ്രം മംഗളം നൽകുന്നുണ്ട് ആ വാർത്ത. ചർച്ചയിൽ ശുഭപ്രതീക്ഷ എന്ന് സിറാജ് നൽകുന്നുണ്ട്. അങ്ങനെ ശുഭപ്രതീക്ഷയുള്ള വാർത്ത എല്ലാവരും നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ചില പത്രങ്ങൾ അത് മാറ്റി വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടും ചില ദുഷ്ടശക്തികൾ നല്ല വാർത്തകൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം മറ്റ് പത്രങ്ങൾ, മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഒന്നാം പേജിൽ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും നല്ലത്. പക്ഷേ ശുഭപ്രതീക്ഷയോടെ രാജ്യവും കാത്തിരിക്കുകയാണ് എന്നുള്ളത് പത്രങ്ങൾ നന്നായി തന്നെ നൽകി വരുന്നുണ്ട്.
ഇനി എന്നുള്ളത് ഈ ബഹളങ്ങൾക്കിടയിലും കേരളം ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മുന്നിലെത്തി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കേരളം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ദേശാഭിമാനി പത്രം ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടം. കേന്ദ്ര സർക്കാരിൻ്റെ വാർഷിക ശുചിത്വ സർവേയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടമെന്നാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ പറയുന്നുണ്ട്. 8 തദ്ദേശ സ്ഥാപനങ്ങൾ ആദ്യ 100-ൽ ഇവ ഭരിക്കുന്ന LDF ആണെന്നും ദേശാഭിമാനി പറയുന്നുണ്ട്. മട്ടന്നൂർ മാതൃകയ്ക്ക് പ്രത്യേക പുരസ്കാരം എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അത് ഇൻഡോർ ആണ് അക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. വർഷങ്ങളായി ഇൻഡോർ ഒന്നാം സ്ഥാനത്താണ്. മധ്യപ്രദേശിലെ ഇൻഡോറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ മട്ടന്നൂർ മാതൃക, അതിൽ കൊല്ലവും തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുണ്ട്. മട്ടന്നൂരും ആറ്റിങ്ങലുമൊക്കെ ഉണ്ട്. അതിൽ മട്ടന്നൂരും ആലപ്പുഴയും ഗുരുവായൂരും ഉണ്ട് നഗരസഭകളായി. എന്തായാലും വലിയ വാർത്തയായി ദേശാഭിമാനി ഒന്നാം പേജ് നൽകുന്നുണ്ട്. മറ്റൊന്ന്, രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസസ് പദ്ധതികൾ, അതായത് സർക്കാർ നടപ്പിലാക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് പദ്ധതികൾ. അതിൽ നമ്മളുടെ അങ്കണവാടികളുടെ ബിരിയാണിയും കുഞ്ഞൂസ് കാർഡും നമുക്കറിയാം. വീട്ടിൽ കുട്ടികളുള്ള ആളുകൾക്ക് നന്നായി അറിയാം. സർക്കാർ ഈ അടുത്തിടയ്ക്കാണ് ബിരിയാണിയായി അതിനെ പ്രഖ്യാപിക്കുന്നത്. ഒരു ചെറിയ കുട്ടി ബിർനാണി വേണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി അത് അംഗീകരിക്കുന്നു. അങ്ങനെ അംഗനവാടികളിൽ ബിരിയാണിയും കുഞ്ഞൂസ് കാർഡും അത് താരമാണ്. അഖിലേന്ത്യാ സെമിനാറിൽ ബെസ്റ്റ് പ്രാക്ടീസസായി അവതരിപ്പിച്ച് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതികൾ. എന്തായാലും തദ്ദേശ വകുപ്പും വനിതാ ശിശു ക്ഷേമ വകുപ്പും ഒക്കെ വലിയ വിമർശനങ്ങൾ നേരിടുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ രാജ്യത്ത് നമ്മളുടെ ചില പദ്ധതികളും കാര്യങ്ങളൊക്കെ ഒന്നാമതെത്തുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ശ്രദ്ധ നേടുന്നു എന്ന് പറയുന്നത് നമുക്കും കൂടി സന്തോഷമുള്ള കാര്യമാണ്. അത് ദേശാഭിമാനി മാത്രം ഒന്നാം പേജിൽ വലിയ വാർത്തയായി നൽകാൻ ശ്രമിച്ചു. മറ്റ് പത്രങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് കൂടി പറയുന്നു. ഇനി ഒന്നൊരു സ്പോർട്സ് വാർത്തയിലേക്ക് വേഗം പോകാം. നമുക്കറിയാം, ബാഴ്സലോണയെക്കുറിച്ച് അല്ലെങ്കിൽ ലയണൽ മെസ്സിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആരാധകർ ഒരുപാടുള്ള ലക്ഷക്കണക്കിന് ആരാധകരുള്ള ടീമാണ് ബാഴ്സലോണയും മെസ്സിയും. അവിടെ മെസ്സിയുടെ പഴയ 10-ാം നമ്പർ അത് ആർക്കായിരിക്കും ഇനി എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനി കൗമാര താരം ലാമിൻ യമാലിനെ നമുക്കറിയാം, സ്പാനിഷ് താരമാണ്. അദ്ദേഹം കഴിഞ്ഞ ടൂർണമെൻറ്റുകളിലൊക്കെ മികച്ച പ്രകടനമായിരുന്നു. ഇനിയിപ്പോൾ ബാഴ്സയുടെ 10-ാം നമ്പർ, മെസ്സിയുടെ 10-ാം നമ്പർ അത് ലാമിൻ യമാൽ കൈകാര്യം ചെയ്യുമെന്ന വാർത്ത എല്ലാ പത്രങ്ങളുടെയും സ്പോർട്സ് പേജിലുണ്ട്. ഞാനൊന്നും ബാഴ്സ ആരാധകരും ഒക്കെ ഉള്ളതുകൊണ്ടും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടും എടുത്തു പോവുകയാണ് ചെയ്തത്. വളരെ വേഗം അവസാനിപ്പിക്കുകയാണ്, കാരണം നിരവധി വാർത്തകൾ വന്ന് മറിയുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ പറയാനുണ്ട് പത്രങ്ങളിലെ, പക്ഷേ അവസാനിപ്പിക്കുന്നു. സേതു. ഓക്കെ ശ്രീജിത്ത്, ശരി. ഓക്കെ.